ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. കുറച്ചു കാലം നമ്മുടെ ക്ലാസ്സുകൾക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചു കാലം ക്ലാസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു കാലമാണ് കാണാതായതെങ്കിലും ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുടെ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. സാറേ സുഖമാണോ, സാർ എന്ത് പറ്റി, ഇപ്പോൾ ക്ലാസ്സുകളൊന്നും കാണുന്നില്ലോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അതൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ചു കാലം കാണാതാവുമ്പോഴാണെങ്കിലും കുറച്ച് ആളുകൾ നമ്മളെ പറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അധികം ഒന്നും പറയാൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരുപാട് ആളുകൾ അന്വേഷിച്ചൊരു കാര്യമായിരുന്നു, സാറേ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ക്ലാസ് തുടങ്ങും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇനി ഏത് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചത് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോൾ ചെയ്തതും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ എൻക്വയറി വന്നായിരുന്നു CPOക്കുള്ള ക്ലാസ് തുടങ്ങുന്നുള്ളത്. CPO വുമൺ CPO ക്ലാസ് തുടങ്ങുമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എക്സാമിനും PSCയുടെ എക്സാമുകൾ പറഞ്ഞാൽ എല്ലാ എക്സാമുകൾക്കും ഏകദേശം ഒരേ ടോപ്പിക്കുകൾ തന്നെ, ചെറിയ വ്യത്യാസമാണ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരേ ടോപ്പിക്കുകളാണ് എല്ലാ എക്സാമിനും വരുന്നത്. അപ്പോൾ അവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള ക്ലാസ്സുകളാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സായ കേരള ഹിസ്റ്ററിയിൽ നിന്നും കലാപങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട കലാപങ്ങൾ, ഒരു 2 കലാപങ്ങൾ, അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മൾ ഓരോ ക്ലാസ്സിന്റെയും PDF-ഉം മറ്റു വിവരങ്ങളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നടത്തുന്നത് നമ്മുടെ ടെലിഗ്രാമിലാണ്. ഇനി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ, ടെലിഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരും. അതിലാണെങ്കിലും അതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ PDF-കളാണെങ്കിലും നമ്മുടെ മറ്റു വിവരങ്ങളാണെങ്കിലും എല്ലാതും വാട്സപ്പിലും ലഭിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സിലബസിലെ ഓരോ ഭാഗത്തുനിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ നിങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ, അത് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും പിന്നെ എക്സ്ട്രാ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണെങ്കിലും SCRT ചോദ്യങ്ങളാണെങ്കിലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ഭാഗത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ, അങ്ങനെ 10 PDF ആണ്. ടോട്ടൽ 1000 ചോദ്യങ്ങളാണുള്ളത്. ആ PDF വേണ്ടവരാണെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുക തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടോപ്പിക് ഏതാണ്, അങ്ങനെ എന്ത് മെസ്സേജുകളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കേരള ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പ്രക്ഷോഭങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് അഞ്ചുതെങ്ങ് കലാപം, പിന്നെ ഒന്ന് ആറ്റിങ്ങൽ കലാപം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയാം. കേരളത്തിലെത്തിയ യൂറോപ്യന്മാരെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെത്തിയ യൂറോപ്യന്മാരുടെ ഓർഡർ, ആദ്യം എത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. പക്ഷെ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ശ്രദ്ധിക്കണം, കേരളത്തിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ഓക്കെ, അറബികളാണ്. ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ഇനി യൂറോപ്യന്മാരുടെ ഓർഡർ ഒന്ന് പഠിച്ചാലോ? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അത് നമുക്ക് എങ്ങനെ പഠിക്കാം? പോ ഡാ ബി ഫ്രൈ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പോ ഡാ ബി ഫ്രൈ. ഓക്കെ, പോ പോർച്ചുഗീസുകാർ, ഡ ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, ഫ്രൈ ഫ്രഞ്ചുകാർ. പോ ഡ ബി ഫ്രൈ, അങ്ങനെ ഒരു ഓർഡറിലാണ് യൂറോപ്യന്മാർ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഇനി ആദ്യം കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരൻ ആര്, അല്ലെങ്കിൽ ആദ്യം ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരൻ ആരെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ചോദ്യം വരും, ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. മാസ്റ്റർ റാൽഫിച്ച് ആണ് ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ. ഡൗട്ടില്ലല്ലോ, കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. ഓക്കെ, മാസ്റ്റർ റാൽഫിച്ച് ആണ് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ. 1583 അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. 1583 വർഷമൊക്കെയാണ് 1583. 1583. അവിടെ ഒന്ന് വേറെ ഒരു ചോദ്യം വരും. എന്താണ്? അദ്ദേഹം ആരുടെ സദസ്സാണ്, ഏത് മുഗൾ രാജാവിന്റെ സദസ്സാണ് അദ്ദേഹം സന്ദർശിച്ചതെന്ന് ചോദിക്കും. ആരുടെയാണ്? അക്ബറിന്റെ സദസ്സാണ് അദ്ദേഹം സന്ദർശിച്ചത്. മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ഏത് മുഗൾ രാജാവുമായിട്ടാണ് കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ ആരുടെ സദസ്സാണ് സന്ദർശിച്ചതെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അക്ബർ ചക്രവർത്തിയുടെ. ആരുടെയാണ്? അക്ബർ ചക്രവർത്തിയുടെ സദസ്സാണ് സന്ദർശിച്ചത്. അപ്പൊ അതുമായിട്ട്
ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പഠിക്കാം. മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അക്ബറിന്റെ ഭരണകാലമാണ്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ് എന്ന് ചോദിച്ചാൽ അത് അക്ബറിന്റെ ഭരണകാലമാണ്. ഓക്കെ, അപ്പൊ ഭരണം പഠിക്കുമ്പോൾ നമ്മൾ BSc-ക്കാർ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ഭരണം കൂടി ഏതാണ്? തിരുവിതാംകൂർ രാജഭരണം. അപ്പൊ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പൊ മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം അക്ബറിന്റെ ഭരണകാലം, തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലവും, കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലവും ആണ്. അപ്പൊ ജസ്റ്റ് ഒന്നത് അറിഞ്ഞു വെക്കാം. അപ്പൊ മാസ്റ്റർ റാൽഫിച്ച് ആരുടെ സദസ്സാണ് സന്ദർശിച്ചത്? ഏത് മുഗൾ രാജാവിന്റെ സദസ്സാണ് സന്ദർശിച്ചതെന്ന് ചോദിച്ചാൽ അക്ബറിന്റെ സദസ്സാണ്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സാണ്. പിന്നെ അവിടുന്ന് ഒരു ചോദ്യം വരും, മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കും. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. രണ്ടിലും ഉണ്ടല്ലോ മാസ്റ്റർ. ഓക്കെ, അത് വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് മാർഗം നിർദ്ദേശിച്ചു തരുന്നത് ആരാണ്? നമ്മുടെ മാസ്റ്റർ അല്ലെ, മാസ്റ്റർ ആണ് അല്ലെ, മാസ്റ്റർമാരാണ് നമുക്ക് മാർഗം നിർദ്ദേശിച്ചു തരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ ചോദിച്ച ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. 1583 അദ്ദേഹം കേരളത്തിൽ കൊച്ചിയിലും വന്ന് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ കേരളത്തിൽ എത്തിയത് എന്ന് ചോദിച്ചാലും ഇന്ത്യയിൽ എത്തിയത് എന്ന് ചോദിച്ചാലും ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഓക്കെ, പക്ഷെ അദ്ദേഹം കച്ചവട ആവശ്യത്തിനല്ല ഇന്ത്യയിൽ എത്തിയത്. അദ്ദേഹം ഒരു സഞ്ചാരിയാണ്. ഓക്കെ, അദ്ദേഹം ഒരു സഞ്ചാരിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന് പിന്നിലായിട്ട് വന്നവരില്ലേ. പിന്നെ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയവരൊക്കെ ആരുടെ പാത പിന്തുടർന്നാണ് വന്നത്? ആരുടെയാണ്? മാസ്റ്റർ റാൽഫിച്ചിന്റെ പാത പിന്തുടർന്നാണ് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്തറിയപ്പെടുന്നത്? ഇപ്പൊ ഒരാൾ വഴി കാട്ടിയിട്ട് വരണ്ടേ, ആദ്യം ഒരാൾ ഇങ്ങോട്ട് എത്തിയാലേ പിന്നെ അയാൾ വന്ന വഴി നോക്കിയിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം വന്ന ആളാണ് മാസ്റ്റർ റാൽഫിച്ച്. അപ്പൊ ആദ്യം വന്ന ആളാണ് എന്ത്? മാർഗദർശി. ഓക്കെ, ആദ്യം വന്ന ആൾ. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കണക്ഷൻ വെച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. സംഭവം മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മതി. ആദ്യം വന്ന ആളാണല്ലോ ആര്? മാസ്റ്റർ റാൽഫിച്ച്. അദ്ദേഹത്തിന് പിന്നിൽ വന്ന ആളുകൾ ആരെയാണ് പിൻപറ്റിയത്? അദ്ദേഹം വന്ന വഴിയിലാണ് പിൻപറ്റിയത്. അതുകൊണ്ട് തന്നെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. അപ്പൊ ചോദ്യം രണ്ട് രീതിയിൽ വരും, നിങ്ങളെ കുഴപ്പിക്കാൻ പറ്റും. കാരണം ഇന്ത്യയിൽ ആദ്യം എത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. എന്നാൽ കച്ചവട ആവശ്യത്തിനായി വന്നത് ആരെന്ന് ചോദിക്കും. കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ എത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ഹോക്കിൻസ് ആണ്. വില്യം ഹോക്കിൻസ് ആണ് കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? അത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഡൗട്ട് വരരുത്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. അദ്ദേഹം ആരുടെ സദസ്സാണ് സന്ദർശിച്ചത്? അക്ബർ ചക്രവർത്തിയുടെ സദസ്സാണ് സന്ദർശിച്ചത്. അദ്ദേഹം വന്ന വർഷം 1583. 1583 അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1600 ഡിസംബർ 31. 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബർ 31. അപ്പൊ വർഷം കിട്ടിയല്ലോ. അപ്പൊ ഏതൊക്കെ വർഷം നമ്മൾ പഠിച്ചു? മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1583. പക്ഷെ എന്ത് നമ്മൾ പഠിച്ചു? അദ്ദേഹം കച്ചവട ആവശ്യത്തിനല്ലല്ലോ വന്നത്. അപ്പൊ അദ്ദേഹം എന്താണ്? ഒരു സഞ്ചാരിയാണ്. അപ്പൊ അന്ന് ഇവിടെ കച്ചവടം ഇല്ല അല്ലെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന് മുമ്പാണ് അദ്ദേഹം വന്നത്. അപ്പൊ ആദ്യമേ എത്തിയല്ലോ. 1583 മാസ്റ്റർ റാൽഫിച്ച് വന്നത്. 1600 നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. 1600 ഡിസംബർ 31. ഓക്കെ, വില്യം ഹോക്കിൻസ് ആണ് കച്ചവട ആവശ്യത്തിനായി ആദ്യം ഇന്ത്യയിൽ എത്തിയത്. ആര് എന്ന് ചോദിച്ചാൽ അത് വില്യം ഹോക്കിൻസ് ആണ്. ആരാണ്? വില്യം ഹോക്കിൻസ് ആണ്. 1608 അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്. 1608 വില്യം ഹോക്കിൻസ് ഇന്ത്യയിൽ എത്തിയത്. അതുവരെ ക്ലിയർ അല്ലേ? വില്യം ഹോക്കിൻസ് 1608 ഇന്ത്യയിൽ എത്തിയത്. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് ഹെക്ടർ. ഓക്കെ, അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് ഹെക്ടർ. അതുവരെ ക്ലിയർ അല്ലേ? അദ്ദേഹം സഞ്ചരിച്ച കപ്പലാണ് ഹെക്ടർ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് മാസ്റ്റർ റാൽഫിച്ചും. ഇനി കച്ചവട ആവശ്യത്തിനായി ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഹോക്കിൻസ് ആണ്. ഹെക്ടർ എന്ന കപ്പലിൽ 1608 അദ്ദേഹം എത്തിയത്. ഇനി ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി ഏതാണ്?
ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ സൂററ്റിലാണ്. എവിടെയാണ്? സൂററ്റിലാണ്. എവിടെയാണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്? സൂററ്റ് ഗുജറാത്ത് ആണ് കേട്ടോ. സൂററ്റ് ഗുജറാത്ത് ആണ്. എന്നാൽ മീററ്റ് എവിടെയാണ്? മീററ്റ് ഉത്തർപ്രദേശിലാണ്. ഡൗട്ട് വരരുത്. സൂററ്റ് എവിടെയാണ്? സൂററ്റ് ഗുജറാത്തിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? സൂററ്റിലാണ്. എവിടെയാണ്? സൂററ്റിലാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. ഈ മീററ്റ് എന്നുള്ള സ്ഥലം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയെങ്കിലും ഒന്ന് പൊട്ടിപ്പുറപ്പെടണ്ടേ? അതെവിടെയാണ്? ആദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നുമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? അത് സൂററ്റിലാണ്. 1608 ആ സമയത്തെ ഭരണാധികാരി അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ജഹാംഗീർ ആണ്. ഓക്കെ, ആരാണ് അനുവാദം നൽകിയതെന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? ജഹാംഗീർ ആണ്. ആരാണ്? ജഹാംഗീർ ചക്രവർത്തിയാണ്. ഇനി കേരളത്തിലെത്തിയത് ആരാ? കച്ചവട ആവശ്യത്തിനായി ആദ്യമായി കേരളത്തിലും ഒരു കാണ്ട് ക്യാപ്റ്റൻ കീലിംഗ്. അതിലും കീലിംഗ് ആ കാ വെച്ച് കണക്ട് ചെയ്താൽ മതി. അവിടെ പോയിട്ട് വില്യം ഹോക്കിൻസിനെ കുത്തരുത്. എന്താണ്? വില്യം ഹോക്കിൻസ് ഇന്ത്യയിൽ ആദ്യമായി കച്ചവട ആവശ്യത്തിനായിട്ട് വന്നവനാണ്. ഇനി കേരളത്തിൽ ആദ്യമായി എത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ക്യാപ്റ്റൻ കീലിംഗ് 1615 1615 അദ്ദേഹം കേരളത്തിൽ എത്തിയത്. ഇനി കേരളത്തിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞത്താണ്. എവിടെയാണ്? വിഴിഞ്ഞം. കേരളത്തിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഇപ്പൊ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, എടാ പൊട്ട അത് അഞ്ചുതെങ്ങ് അല്ലേന്ന്. അല്ല, അഞ്ചുതെങ്ങിൽ എന്താണ്? ആദ്യത്തെ കോട്ട. ഓക്കെ, അഞ്ചുതെങ്ങിലാണ് ആദ്യത്തെ കോട്ട സ്ഥാപിച്ചത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫാക്ടറിയാണ് കേട്ടോ. ഫാക്ടറി എവിടെയാണ്? വിഴിഞ്ഞത്താണ്. അപ്പൊ രണ്ടും ഡൗട്ട് വരുത്. നമുക്ക് കുറെ ഇവിടെ ഡൗട്ട് വന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഡൗട്ട് വരാതെ തന്നെ മാറ്റി നിർത്തി തന്നെ പഠിക്കാം. നമുക്ക് കൺഫ്യൂഷൻ ഒക്കെ മാറ്റി തന്നെ പോവാം. അപ്പൊ കൺഫ്യൂഷൻ ഉള്ള കാര്യം അത് അങ്ങനെയൊന്നും ഉറപ്പിച്ച് വെക്കരുത്. കൺഫ്യൂഷൻ ഉള്ള കാര്യം മനസ്സിലാക്കി പഠിച്ച് തന്നെ പോവാം. അപ്പൊ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയെന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയെന്ന് വെച്ചാൽ അത് വിഴിഞ്ഞത്തും. പിന്നെ എന്ത് സ്ഥാപിതമായതാണ്? എന്താണ്? കോട്ട സ്ഥാപിതമായതാണ്. അഞ്ചുതെങ്ങിലാണ് ആദ്യത്തെ കോട്ട സ്ഥാപിതമായത്. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? 1644 വിഴിഞ്ഞത്ത് സ്ഥാപിതമായത്. വിഴിഞ്ഞത്ത് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ്? സൂററ്റിലാണ്. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. ആദ്യം ഇന്ത്യയിലെത്തിയത് ആരാണ്? ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. മാസ്റ്റർ റാൽഫിച്ച് ആണ്. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? അല്ലെ, അദ്ദേഹമാണ് ആദ്യം എത്തിയത്. അപ്പൊ അദ്ദേഹം എന്തറിയപ്പെടും? ബാക്കിയുള്ളവർക്കുള്ള വഴികാട്ടിയല്ലേ. അപ്പൊ എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. ഇനി അദ്ദേഹം ഏത് വർഷമാണ് എത്തിയത്? 1583 ഇപ്പൊ ഏതൊക്കെ വർഷങ്ങൾ നമ്മൾ പഠിച്ചു? 1583, 1600, 1608, പിന്നെ 1615. ഈ വർഷങ്ങളൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ 1583 അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് അല്ലെങ്കിൽ കേരളത്തിൽ എത്തിയെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1583 മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ എത്തിയത്. ആരുടെ സദസ്സാണ് സന്ദർശിച്ചത്? അക്ബർ ചക്രവർത്തിയുടെ സദസ്സാണ് സന്ദർശിച്ചത്. എന്താണ്? മുഗൾ ഭരണത്തിന്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലമാണ്. തിരുവിതാംകൂറിന്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. അതും അവിടെ ക്ലിയർ അല്ലേ? ഇനി കച്ചവട ആവശ്യത്തിനായി അതിനു മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1600 ഡിസംബർ 31. 1600 റിപ്പീറ്റ് ചെയ്യുക. 1600 ഡിസംബർ 31 നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരലല്ല, നിങ്ങളെ പഠിപ്പിക്കലാണ് എന്റെ ദൗത്യം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പോകണം. നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്ന് പോയാൽ പോരാ, നിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടേ വിടാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് വരെ നമുക്കിത് പഠിച്ചിട്ട് തന്നെ പോകാം. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ 1600 ഡിസംബർ 31 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഇനി ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുക അല്ലെങ്കിൽ ആദ്യം എത്തിയത് ആരാണ്? ആദ്യം കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ എത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ഹോക്കിൻസ് ആണ്. ആരാണ്? വില്യം ഹോക്കിൻസ്. 1608 അല്ലെ അദ്ദേഹം എത്തിയത്? 1608 എത്തിയത്. ഏത് കപ്പലിലാണ്? ഹെക്ടർ എന്ന കപ്പലിലാണ് അദ്ദേഹം എത്തിയത്. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയെന്ന് പഠിച്ചു? സൂററ്റിലാണ് അല്ലെ. സൂററ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. സൂററ്റ് എവിടെയാണ്? ഗുജറാത്തിലാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. അപ്പൊ മീററ്റ് എവിടെയാണ്? മീററ്റ് ഉത്തർപ്രദേശിലാണ് കേട്ടോ. മീററ്റ് ഉത്തർപ്രദേശിലാണ്. എന്താണ് മീററ്റിന്റെ പ്രത്യേകത? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് മീററ്റിൽ നിന്നാണ്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് എക്സ്ട്രാ അങ്ങനെ അറിഞ്ഞു വെക്കേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു തന്നിട്ടേ ക്ലാസ് തീർക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യ ഫാക്ടറി സൂററ്റ് 1608 സ്ഥാപിതമായത്. ഓക്കെ, ആരാണ് ആ സമയത്ത് ഭരണാധികാരി? മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് ജഹാംഗീർ ആണ്. ആരാണ്? ജഹാംഗീർ ആണ്. അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കാൻ അനുവാദം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജഹാംഗീർ ആണ് കേട്ടോ. ആരാണ്? ജഹാംഗീർ ആണ്. ഇനി ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയപ്പോഴാണ് 1615 ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിൽ ആദ്യം എത്തിയത് കച്ചവട ആവശ്യത്തിനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കച്ചവട ആവശ്യത്തിനായി കേരളത്തിൽ ആദ്യം എത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ ആരാന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. കേരളത്തിലും ഒരു കാണ്ട്, ക്യാപ്റ്റൻ കീലിംഗിലും ഒരു കാണ്ട്. ആ കാ വെച്ച് ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുത്താൽ മതി. 1615.
ഇനി ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത് എപ്പോഴാന്ന് വെച്ചാൽ 1644 വിഴിഞ്ഞത്താണ്. അതുവരെയും ക്ലിയർ അല്ലേ? വിഴിഞ്ഞത്ത് ആദ്യത്തെ ഫാക്ടറിയാണ് കേട്ടോ. ആദ്യത്തെ ഫാക്ടറി വിഴിഞ്ഞത്തും. പിന്നെ എന്താണ് അഞ്ചുതെങ്ങിൽ? അഞ്ചുതെങ്ങിൽ ആദ്യത്തെ കോട്ടയാണ്. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഈ ബേസിക് കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അഞ്ചുതെങ്ങ് കലാപത്തിലേക്ക് കടക്കാം. എപ്പോഴാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം 1697 വർഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ആദ്യം അതിന് മുമ്പത്തെ കുറച്ച് വർഷങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം സെറ്റ് ആയിട്ട് കിട്ടും. 1690 അവിടെ ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങിയല്ലോ, ബ്രിട്ടീഷുകാർ വന്നല്ലോ. അപ്പൊ ഈ സമയത്ത് 1690 ആറ്റിങ്ങൽ റാണിയുടെ അടുത്ത് നിന്നും ഒരു കോട്ട പണിയാനുള്ള അനുവാദം വാങ്ങാണ് ബ്രിട്ടീഷുകാർ. അപ്പൊ ആരാണ് അനുവാദം കൊടുത്തത്? ആറ്റിങ്ങൽ റാണിയാണ്, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണിയുടെ യഥാർത്ഥ പേര് വെച്ചാൽ ഉമയമ്മ റാണി. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ ഒന്ന് കറുപ്പിച്ച് പോവാ. ഓക്കെ, എന്താണ് ആറ്റിങ്ങൽ ഉമയമ്മ റാണി? നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കോ, ഫുൾ ആയി തന്നെ പഠിച്ചു വയ്ക്കോ, അപ്പൊ ഡൗട്ട് വരില്ലല്ലോ. ആറ്റിങ്ങൽ ഉമയമ്മ റാണി. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ഏത് വർഷം? 1690 അനുവാദം നൽകിയത്. 1695 എന്ത്? അഞ്ചുതെങ്ങിൽ കോട്ട സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആയല്ലോ. ഇനി അഞ്ചുതെങ്ങ് കലാപം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1697 ഇതുവരെ വർഷങ്ങളും സെറ്റ് അല്ലേ? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആവും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം അറിയണ്ടേ? എന്തിനാണ് ഇവിടെ കുണ്ടാമണ്ടി ഉണ്ടായത്? എന്താ ഈ അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവാൻ ഒരു കാരണല്ലേ? എന്താണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ കോട്ട പണിയുമ്പോൾ തന്നെ ഇവർക്ക് ചൊരുക്ക് കയറും. കാരണം പ്രദേശവാസികൾക്ക് അത് അത്ര പറ്റൂല. കാരണം എന്താ? അഞ്ചുതെങ്ങിൽ അവരുടെ സ്ഥലത്ത് വന്നിട്ടാണ് ബ്രിട്ടീഷുകാർ വന്നത് തന്നെ നമുക്ക് പറ്റൂല. അപ്പൊ ഈ സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ സ്ഥലത്ത് പോയിട്ടാണ് കോട്ട പണിയുന്നത്. ഓക്കെ, കോട്ട പണിയാനുള്ള അനുവാദം ആര് നൽകി? ആറ്റിങ്ങൽ ഉമയമ്മ റാണി നൽകി. അപ്പൊ തന്നെ പ്രദേശവാസികൾക്ക് ആ സമയത്ത് തന്നെ ദേഷ്യം ഉണ്ടാവും. ഓക്കെ, ആ സമയത്ത് തന്നെ ദേഷ്യം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കുരുമുളകിന്റെ വ്യാപാര കുത്തക പിടിച്ചെടുത്തു. പിന്നെ അതുപോലെ തന്നെ കോട്ട പണിതത് എപ്പോഴാണ്? 1695 നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് കോട്ട പണിത സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അതിന്റെ ചുറ്റും ബ്രിട്ടീഷുകാരുടെ പട്ടാളമൊക്കെ ഉണ്ടാവും ഇല്ലേ? കോട്ടയുടെ ചുറ്റും നമ്മൾ സെക്യൂരിറ്റി ഒക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും കൂടി അത് വിലക്കായി. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യം കൂടി തടഞ്ഞു. കാരണം സിമ്പിളായിട്ട് അത് കൂടെ നടന്നിരുന്ന മനുഷ്യന്മാർക്ക് പിന്നെ അത് കൂടെ നടക്കാൻ പറ്റാതായി. സിമ്പിൾ ആയിട്ട് അത് കൂടെ സ്വന്തം നാട്ടിലൂടെ ചെതറി നടന്നിരുന്ന ആളുകൾക്ക് അതിന്റെ മുമ്പിലൂടെ നടക്കാൻ പറ്റാതായി. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അത് ബാധിച്ചു. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ 1690 അനുമതി നൽകിയത്. ഒരു 5 വർഷം വേണ്ട ഒരു കോട്ടയിൽ ഇത് പണിയണമെങ്കിൽ ഒരു 5 വർഷം വേണം. ഓക്കെ, അപ്പൊ 90 അനുവാദം ലഭിച്ചു. 95 കോട്ട പണിതു ഒരു 2 വർഷമൊക്കെ പിടിച്ചു നിൽക്കാൻ പ്രദേശവാസികൾക്ക് പറ്റി. പിന്നെ കലി കയറിയിട്ട് എന്തായി? കുരുമുളകിന്റെ വ്യാപാര കുത്തക കൂടി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കലാപം ഉണ്ടായി. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ചോദ്യം ശ്രദ്ധിക്കണം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. വേറെ ഒരു ചോദ്യം വരും. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ആദ്യ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ജസ്റ്റ് ഒന്ന് വേർതിരിച്ച് പഠിച്ചാൽ മതി. അതിനി സംഘടിത കലാപം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കോഡ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ്. ഓക്കെ, സംഘടിച്ച് നമ്മൾ ആറ്റിലേക്ക് കുളിക്കാൻ പോവാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതൊക്കെ നമുക്ക് അവിടുന്ന് കോഡ് റെഡിയാക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? 1690 ആറ്റിങ്ങൽ ഉമയമ്മ റാണി ആരാണ് അനുവാദം നൽകിയതെന്ന് ചോദിക്കും. അവിടുന്ന് വരുന്ന ചോദ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാം. അപ്പൊ 1690 അനുവാദം നൽകിയത്. 1695 കോട്ട സ്ഥാപിച്ചത്. 1697 അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായത്. അപ്പൊ വർഷങ്ങളും ഇതുവരെ സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഓരോ പോയിന്റ്സ് പറഞ്ഞാൽ 1697 കലാപം ഉണ്ടായത്. ഓക്കെ, കോട്ട പണിയാൻ അനുമതി നൽകിയത് ആര്? ആറ്റിങ്ങൽ ഉമയമ്മ റാണി, അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. എപ്പോഴാണ്? 1690 നമ്മൾ പറഞ്ഞു അല്ലെ? 1690 കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. അപ്പൊ വർഷത്തിന്റെ ചോദ്യം വന്നാലും കിട്ടിയല്ലോ. ആരാണ് അനുമതി നൽകിയതെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി, അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി, അല്ലെങ്കിൽ ഉമയമ്മ റാണി എന്ന് മാത്രം തന്നാലും ശരിയാണ്. ഓക്കെ, അപ്പൊ ആരാണ് അനുമതി നൽകിയത്? ആറ്റിങ്ങൽ റാണിയാണ്. ഇനി കോട്ട പണിയാനുള്ള അനുവാദം നൽകിയ, ഇങ്ങനെ ചോദ്യം വരും. ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് കോട്ട പണിയാനുള്ള, അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നൽകിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1690 കോട്ട പണിയാനുള്ള അധികാരം നൽകിയ അല്ലെങ്കിൽ അനുവാദം നൽകിയ വർഷമാണ് 1690.
കോട്ട പണി കഴിപ്പിച്ചത് എപ്പോൾ എന്ന് ചോദ്യം വന്നാലാണ് 1695. ആരാണ് അനുമതി നേടിയെടുത്തതെന്ന് ചോദിച്ചാൽ ജോൺ ബ്രാബോൺ. ഓക്കെ, ജോൺ ബ്രാബോൺ ആണ് അനുമതി നേടിയെടുത്തത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നാൽ നമുക്ക് തെറ്റിപ്പോയത്. ജോൺ ബ്രാബോൺ ആണ് എന്ത് അനുമതി നേടിയെടുത്തത്. ഓക്കെ, ആ സമയത്തെ വേണാട് രാജാവ് ആരാണ്? രവിവർമ്മയാണ്. ആ സമയത്തെ വേണാട് രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് രവിവർമ്മയാണ്. ആ സമയത്തെ വേണാട് രാജാവാണ് രവിവർമ്മ. ഓക്കെ, അപ്പൊ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ റാണി. അനുമതി കൊടുത്ത വർഷമാണ് 1690. അനുമതി നേടിയെടുത്തത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ബ്രാബോൺ. പിന്നെ വേണാട്, ആ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രവിവർമ്മ. ഓക്കെ, ഇനി പണ്ടകശാല, ഇത് നമ്മൾ കോട്ട പണിയാനുള്ള അനുവാദമാണ്. അവിടെ പണ്ടകശാല പണിയാൻ അനുവാദം നൽകിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1684. ഇതിന്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് പോവുക. ഓക്കെ, അഞ്ചുതെങ്ങിൽ പണ്ടകശാല പണിയാനുള്ള അനുമതി നൽകിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1684. പണിത് കഴിഞ്ഞത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1690. 1690. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ആറ്റിങ്ങൽ റാണിയുടെ തീരുമാനങ്ങളിൽ പ്രദേശവാസികളെ രോഷാകുലരാക്കി. ആറ്റിങ്ങൽ റാണിയുടെ തീരുമാനങ്ങൾ പ്രദേശവാസികളെ രോഷാകുലരാക്കി ആക്കുമല്ലോ. കാരണം എന്താ, ബ്രിട്ടീഷുകാർ അവിടെ വന്നതേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിന്റെ ഇടയിൽ അവർക്ക് അവിടെ കോട്ട നിർമ്മിക്കാനും കൂടി സ്ഥലം കൊടുത്തത് നമ്മുടെ സ്വന്തം സ്ഥലത്ത്. അപ്പൊ അത് പ്രദേശവാസികളെ രോഷാകുലരാക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ്, അതും ഒരു കാരണമാണ്. ആദ്യം തന്നെ അവിടെ കലിപൂണ്ട് നിൽക്കുകയാണ്. അതിനുശേഷമാണ് എന്തുണ്ടായത്, കുരുമുളകിന്റെ വ്യാപാര കുത്തക പിടിച്ചെടുത്തതും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്കുണ്ടായതും. ഓക്കെ, കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്, പിന്നെന്താണ്, സഞ്ചാര സ്വാതന്ത്ര്യം. ഇപ്പൊ അവിടെ നിന്നുള്ള ഏകദേശം മുഴുവൻ കാര്യങ്ങളും സെറ്റ് ആയില്ലേ. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിയാണ്. അതും ക്ലിയർ അല്ലേ, ആറ്റിങ്ങൽ റാണിയാണ് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, കോട്ട പണി കഴിപ്പിച്ച വർഷം പഠിക്കണ്ടേ. 1695 അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത്. 1697 അഞ്ചുതെങ്ങിൽ കലാപം ഉണ്ടായത്. അവിടുന്ന് പിന്നെ വരുന്ന ചോദ്യമാണ് കലാപത്തിന്റെ കാരണം എന്തായിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, അതാണ് പ്രധാന കാരണം. എന്നാൽ അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നേക്കാവുന്ന ഒരു കാരണമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. അതും ശരിയാണ്. ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ അത് തെറ്റാണെന്ന് പോയി എഴുതി വെക്കരുത്. സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു വഴി കൂടെ കൊണ്ടുപോയിട്ട് അവിടെ കോട്ട നിർമ്മിച്ച ആ വഴി കൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ എന്താണ്, തേരാപാര നടന്നിരുന്ന ആൾക്കാർക്ക് അവിടെ കൂടെ നടക്കാൻ ഭയമാവും. കാരണം എന്താ, അതിന്റെ ചുറ്റും ആൾക്കാരുണ്ടാവും, എന്ത് പട്ടാളക്കാരുണ്ടാവും. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് ആ കഥ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് സംഭവം കിട്ടും. അപ്പൊ വർഷങ്ങളും ഒക്കെ ആണല്ലോ. 1690 അനുമതി നൽകിയത്. 1695 കോട്ട. 1697 കലാപം ഉണ്ടായത്. അതാണ് അവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ആ സമയത്തെ വേണാട് ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ രവിവർമ്മ. അനുമതി നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ റാണിയാണ്. ഓക്കെ, അതുവരെ സെറ്റ് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സമയത്ത് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനും എല്ലാത്തിനും ആരനുമതി നൽകി? ആറ്റിങ്ങൽ റാണി അനുവാദം നൽകുന്നുണ്ട്. ഓക്കെ, അനുമതി നൽകുന്നുണ്ട്. അപ്പൊ എന്താണ്, ബ്രിട്ടീഷുകാർക്ക് റാണിയോടൊരു അടുപ്പം തോന്നുമല്ലോ. അപ്പൊ ബ്രിട്ടീഷുകാർ റാണിയോടുള്ള അടുപ്പത്തിൽ എല്ലാ വർഷവും എന്ത് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. റാണിക്ക് എന്ത് കൊണ്ടുപോയി കൊടുക്കും? സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അതുവരെ ജസ്റ്റ് കിട്ടിയല്ലോ. റാണിക്ക് ഇങ്ങനെ സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ആ സ്ഥലത്തെ പിള്ളമാർക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. എന്താണ്, ഓരോ കലാപത്തിനും കുറച്ച് നേതാക്കന്മാരുണ്ടാവുമല്ലോ. കലാപത്തിന് കുറച്ച് ആൾക്കാർ നേതൃത്വം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഒരാൾ നേതൃത്വം കൊടുക്കണ്ടേ. അപ്പൊ ഇതില് ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് 8 വീട്ടിൽ പിള്ളമാരാണ്. ഈ പിള്ളമാർക്ക് ഇത് അത്ര പറ്റുന്നില്ല. ഇവർ നേരിട്ട് കൊണ്ടുപോയിട്ട് റാണിക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുന്നത് ഈ പിള്ളമാർക്ക് അത്ര പറ്റുന്നില്ല. അപ്പൊ പിള്ളമാര് പോയിട്ട് ഇവരോട് പറയും, ഞങ്ങൾ മുഖേന കൊടുത്താൽ മതി, നേരിട്ട് പോയി ഒന്നും കൊടുക്കണ്ട, ഞങ്ങൾ മുഖേന കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത്ര കൊടുക്കാൻ നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ മുഖേന കൊടുത്താൽ മതി, നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒന്നും കൊടുക്കണ്ട. അങ്ങനെ പോയിട്ട് ആര് പറയും? 8 വീട്ടിൽ പിള്ളമാര് പറയും. ഇത് ബ്രിട്ടീഷുകാർ വക വെക്കുവോ? അവരെന്തോ അവിടെ പറഞ്ഞോട്ടെ. ബ്രിട്ടീഷുകാർ ഇതൊന്നും കേൾക്കാതെ ബ്രിട്ടീഷുകാർ പിന്നെയും ചെല്ലും. ആരുടെ നേതൃത്വത്തിൽ? ഗിഫോർഡിന്റെ നേതൃത്വത്തിലാണ് അങ്ങോട്ടൊരു സംഘം പാരിതോഷികങ്ങളുമായിട്ട് പോകുന്നത്. ഏകദേശം 140 പട്ടാളക്കാരാണ് ഉണ്ടായിരുന്നത്. ഗിഫോർഡ് ഉൾപ്പെടെ 141. ഗിഫോർഡും പിന്നാലെ 140 പട്ടാളക്കാരല്ല, സോറി, ബ്രിട്ടീഷുകാർ എന്ന് പഠിച്ചു വെച്ചാൽ മതി. 140 ബ്രിട്ടീഷുകാരും കൂടിയാണ് അങ്ങോട്ട് പാരിതോഷികങ്ങൾ ആർക്ക് കൊടുക്കാൻ? ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പിള്ളമാർക്ക് പറ്റുമോ? ഇല്ല. പിള്ളമാർക്ക് ഇത് പറ്റാത്തത് കൊണ്ട് തന്നെ ഈ പിള്ളമാരുടെ നേതാവ് ആരാന്നും ചോദ്യം വരും. അത് കുടമൻ പിള്ളയാണ്. ഓക്കെ, കുടമൻ പിള്ളയാണ് 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ്. അപ്പൊ ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സംഘടിത കലാപം ഉണ്ടാവുകയാണ്. ഈ 141 ആളുകളെയും വധിക്കുകയാണ്. ഈ 141 ആളുകളെയും കൊന്നു കളയാണ്.
അപ്പൊ അവിടെ നിന്ന് വേറൊരു ഇമ്പോർട്ടന്റ് ചോദ്യമുണ്ട്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ഒരാളുടെ പേര് പ്രത്യേകം പഠിച്ചില്ലേ, ആരാണ് അത്? ഗിഫോർഡ് ആണ്. ഓക്കെ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ, സംഘടിച്ച് നമ്മൾ ആറ്റിലേക്ക് കുടിക്കാൻ പോകണം. അപ്പൊ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ്? 1721 ഏപ്രിൽ 15-നാണ്. കൃത്യം ഡേറ്റ് കൂടി പഠിച്ചു വെച്ചോ, കാരണം ഇത് SCERT കൊടുത്തിട്ടുണ്ട്. 1721 ഏപ്രിൽ 15. ഇനി SCERT കൊടുത്ത വേറൊരു കാര്യമാണ്, നമ്മൾ ഇവിടെ പഠിച്ചു 140 ബ്രിട്ടീഷുകാരും ഒപ്പം ഗിഫോർഡ് 141 ആളുകളാണ് ഉള്ളത്. പക്ഷേ SCERT കൊടുത്തിരിക്കുന്നത് 150ഓളം ബ്രിട്ടീഷുകാർ എന്നാണ്. അപ്പോ അതായത് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. ഏതെങ്കിലും 140 എന്ന് വന്നാൽ അതാവും ആൻസർ. പക്ഷെ SCERT അത് കൊടുത്തതുകൊണ്ട് 150 എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ 150ഓളം എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ അതാവും ആൻസർ. ഓക്കെ, അപ്പൊ SCERT ബുക്കിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? 150ഓളം ബ്രിട്ടീഷുകാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സംഭവം കിട്ടിയല്ലോ. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം എന്തിനെ തുടർന്ന് ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചു. എന്താണ്? പാരിതോഷികങ്ങൾ ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഈ പോകുന്ന വഴിയെ തന്നെ ഇവരെ വധിച്ചു. എത്ര ആളുകളെ? 140 ബ്രിട്ടീഷുകാരെയും ഗിഫോർഡിനെയും. ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ആരാണ് നേതൃത്വം നൽകിയത്? 8 വീട്ടിൽ പിള്ളമാർ. ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ് ആരാണ്? കുടമൻ പിള്ള. ഓക്കെ, ആരാണ് 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവ്? കുടമൻ പിള്ളയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത്? സിമ്പിൾ ആയിട്ട് കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപവും, ആദ്യ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപവും ആണ്. അല്ലേ? അപ്പൊ ഓക്കെ, അതുവരെ നിങ്ങൾക്ക് കിട്ടി. ഇനി ആദ്യ സംഘടിത കലാപം 1721 ഏപ്രിൽ 15. കൃത്യം ഡേറ്റോടെ പഠിച്ചു നോക്കുക. ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. എപ്പോഴാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്? നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത ശേഷം തന്നെ ക്ലാസ് നിർത്താം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697-ലാണ്. ആരായിരുന്നു വേണാട് ഭരണാധികാരി? ആദിത്യവർമ്മയാണ്. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപ സമയത്തെ വേണാട് ഭരണാധികാരി രവിവർമ്മയും ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. ആറ്റിങ്ങൽ ആദിത്യൻ എന്നുള്ള വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അങ്ങനെ കണക്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു. ആദിത്യവർമ്മയാണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ഗിഫോർഡ് പ്ലസ് 140. ഗിഫോർഡും 140 ഇംഗ്ലീഷുകാരും കൂടിയാണ് എന്തിനു പോകുന്നത്? റാണിക്ക് പാരിതോഷികം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ SCERT എത്രയാണ്? 150ഓളം ഇംഗ്ലീഷുകാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കി ആൻസർ ചെയ്യാൻ അറിയല്ലോ. കൃത്യമായിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് 141 ആളുകളാണ്. ഇനി ഈ വാമനപുരം നദി അതെന്താണെന്ന് അറിയോ? ഇവിടെ വധിച്ച ആളുകളെ എവിടെ കൊണ്ടുപോയി ഇട്ടു എന്ന് ചോദിച്ചാൽ, വധിച്ച ആളുകളുടെ ജഡം, ഈ വധിച്ച ഇംഗ്ലീഷുകാരുടെ മരണപ്പെട്ട ഇംഗ്ലീഷുകാരുടെ ജഡം എവിടെ കൊണ്ടുപോയി ഇട്ടു എന്ന് ചോദിച്ചാൽ വാമനപുരം നദിയിലാണ്. വാമനപുരം നദിയിലാണ് കൊണ്ടുപോയി ഒഴുക്കിയത്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നാൽ തെറ്റരുതേ. ഏതാണ്? വാമനപുരം നദിയിലാണ് ഇവരുടെ ജഡം കൊണ്ടുപോയി ഒഴുക്കിയത്. മരണപ്പെട്ട ആളുകളുടെ ജഡം കൊണ്ടുപോയിട്ട് എവിടെ ഒഴുക്കി? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടവരുടെ ജഡം എവിടെ കൊണ്ടുപോയി ഒഴുക്കി എന്ന് ചോദിച്ചാൽ എവിടെയാണ്? വാമനപുരം നദിയിലാണ്. നേതൃത്വം നൽകിയത് നമ്മൾ പഠിച്ചു. 8 വീട്ടിൽ പിള്ളമാരാണ്. അവരുടെ നേതാവായിരുന്നു ആര്? കുടമൻ പിള്ള. അല്ലെ? കുടമൻ പിള്ള. തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമാണ് കലാപം അടിച്ചമർത്തിയത്. അത് പ്രത്യേകം ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയ സൈന്യം ഏതെന്ന് ചോദിച്ചാൽ തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഓക്കെ, ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമാണ്. അതും കിട്ടിയല്ലോ. തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏത് എന്ന് ചോദിക്കും. അത് വേണാട് ഉടമ്പടിയാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721-ലാണ്. 2 വർഷം കഴിഞ്ഞ് 1723-ലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ ഭാഗത്തു നിന്ന് ആരാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ എന്ത് പേരിലാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആര് എന്നും ചോദ്യം വന്നിട്ടുണ്ട്. അതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ വേണാട് ഉടമ്പടി ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? ആറ്റിങ്ങൽ കലാപം. സിമ്പിൾ ആയിട്ട് നമ്മൾ ആ വർഷം മാത്രം ആലോചിച്ചാൽ മതി. ആറ്റിങ്ങൽ കലാപം 1721-ആണ്. അതിന്റെ തൊട്ടടുത്താണ് 1723-ലാണ് വേണാട് ഉടമ്പടി. അപ്പൊ വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആരാണ് ഒപ്പുവെച്ചത്? അലക്സാണ്ടർ ഓമാണ്. ആരാണ്? അലക്സാണ്ടർ ഓമാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്ത് പേരിലാണ് ഒപ്പുവെച്ചതെന്ന് ചോദിക്കും. ചോദ്യം വന്നിട്ടുണ്ട്. വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ എന്ത് പേരിലാണ് ഒപ്പുവെച്ചത്? എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരും. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാണ്ട്. ആധുനിക അശോകൻ അല്ലേ? തിരുവിതാംകൂറിന്റെ ആധുനിക അശോകൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, തിരുവിതാംകൂറിന്റെ
ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആര് എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മ. പിന്നെ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന യുദ്ധമുണ്ട്, കുളച്ചൽ യുദ്ധം അല്ലെ, ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം അല്ലെ, ഡച്ചുകാരുടെ പതനത്തിന്, കേരളത്തിൽ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കുളച്ചൽ യുദ്ധം. 1741 നടന്ന കുളച്ചൽ യുദ്ധമാണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ആര് ഒപ്പുവെച്ചു? മാർത്താണ്ഡവർമ്മയും നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും അലക്സാണ്ടർ ഓമുമാണ് ഒപ്പുവെച്ചത്. അപ്പൊ അതുവരെ ക്ലിയർ ആണ്. ഇനി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആദ്യം അഞ്ചുതെങ്ങ് കലാപം. അതിനു മുമ്പ് ആദ്യം തൊട്ട് നമുക്ക് ബേസിക് പോയിന്റ് തൊട്ട് ഒന്ന് വരാം. ആരാണ് ആദ്യം ഇന്ത്യ സന്ദർശിച്ചത്? ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ മാസ്റ്റർ റാൽഫിച്ച് ആണ് അല്ലെ. 1583 മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. ആദ്യം വന്ന ആളല്ലേ, അപ്പോൾ ഇവർക്കൊക്കെ വഴി പറഞ്ഞു കൊടുക്കണം. അപ്പൊ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. അദ്ദേഹം ആരുടെ സദസ്സാണ് സന്ദർശിച്ചത്? അക്ബർ ചക്രവർത്തിയുടെ. ഓക്കെ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബർ 31. വില്യം ഹോക്കിൻസ് ആണ് എന്തിന് കച്ചവട ആവശ്യത്തിനായിട്ട് ആദ്യം ഇന്ത്യയിലെത്തിയത്? ആരാന്ന് വെച്ചാൽ വില്യം ഹോക്കിൻസ്. 1608 ഹെക്ടർ എന്ന കപ്പലിലാണ് അദ്ദേഹം എത്തിയത്. ഓക്കെ. ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയെന്ന് വെച്ചാൽ സൂററ്റിലാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. ഓക്കെ. 1608 ജഹാംഗീർ ആണ് അനുമതി നൽകിയത്. ക്യാപ്റ്റൻ കീലിംഗ് ആണ് കേരളത്തിൽ കച്ചവട ആവശ്യത്തിനായി ആദ്യമായി എത്തിയത്. 1615 കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി ഏതാന്ന് വെച്ചാൽ അത് വിഴിഞ്ഞത്താണ് സ്ഥാപിതമായത്. 1664 ഓക്കെ. ഇനി അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ റാണി. വേണാട് ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? രവിവർമ്മ. പിന്നെ ആരാണ് അനുമതി നേടിയെടുത്തത്? ആരാന്ന് ചോദിച്ചാൽ ജോൺ ബ്രാബോൺ. ഓക്കെ, ജോൺ ബ്രാബോൺ ആണ്. പിന്നെ പണ്ടകശാല തുറക്കുന്നതിന് അനുമതി ലഭിച്ചത്. പണ്ടകശാല അത് വരട്ടോ, നമ്മൾ കോട്ട പണിയുന്നതിന് അനുമതിയാണ് 1690 ലഭിച്ചത്. അതാണ് നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, കോട്ട പണിയുന്നതിന് അനുമതി ലഭിച്ചത് 1690 കോട്ട പണി കഴിപ്പിച്ചത് 1695 കലാപം നടന്നത് 1697 പണ്ടകശാല പണിയുന്നതിന് അനുമതി നൽകിയത് 1684 പണ്ടകശാലയുടെ പണി കഴിഞ്ഞത് 1690 ആണ്. ആറ്റിങ്ങൽ റാണിയുടെ തീരുമാനങ്ങളിൽ പ്രദേശവാസികളെ ആക്കുമല്ലോ. നമുക്ക് സാമാന്യ ബോധത്തോടെ ചിന്തിച്ചാൽ മതി, നമ്മളത് കാണാതെ പഠിക്കൊന്നും വേണ്ട. സാമാന്യമായിട്ട് നമുക്ക് ഭ്രാന്ത് കയറും. ഓക്കെ. പിന്നെ കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക. ഇവിടെ ഈ കാട്ടിക്കൂട്ടണ കുണ്ടാമണ്ടി ഒന്നും പോരാഞ്ഞിട്ട് കുരുമുളകിന്റെ വ്യാപാര കുത്തകയും അവരങ്ങോട്ട് പിടിച്ചെടുത്തു. കാരണം അവരാണ് അതിന്റെ പൈസ തീരുമാനിക്കും, അവരത് വിൽപ്പന നടത്തും. അങ്ങനെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ഇവര് പിടിച്ചെടുത്തു. അതും കൂടിയായി നമുക്ക് സഹിക്കോ ഇല്ല. അപ്പൊ എന്തുണ്ടായി? കലാപം ഉണ്ടായി. അപ്പൊ പെട്ടെന്ന് കലാപത്തിന്റെ പ്രധാന കാരണമാണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. പിന്നെ എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം. അത് നമുക്ക് സാമാന്യത്തോടെ പഠിച്ചാൽ മതി. അവിടെ കോട്ട പണിത് കഴിഞ്ഞാൽ ചുറ്റുമാരുണ്ടാവും, പട്ടാളക്കാരുണ്ടാവും. അത് കൂടെ നടക്കണ്ടാവോ? സ്വാതന്ത്ര്യം ഉണ്ടാവോ? ഇല്ല. സ്വാതന്ത്ര്യം ഇല്ലായല്ല, എന്നാലും പണ്ടത്തെ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അത് ബാധിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ ആറ്റിങ്ങൽ കലാപം പഠിച്ചു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. നടന്ന വർഷം 1721 ഏപ്രിൽ 15 അല്ലെ. വേണാട് ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ ആദിത്യവർമ്മ. ഇനി ആരാണ് അവിടെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട വേറൊരു പേരാണ് എന്ത്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ ഒപ്പം പറയും, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഒപ്പം 140 ഇംഗ്ലീഷുകാരും 150 എന്താണ് SCRT ഉള്ളത്. പക്ഷെ നമ്മൾ 140 എന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. 140 ഇംഗ്ലീഷുകാർ. അവരുടെ ജഡം, മരണപ്പെട്ടവരുടെ ജഡം എവിടെയാണ് കൊണ്ടുപോയി ഒഴുക്കിയത്? വാമനപുരം നദിയിലാണ് കൊണ്ടുപോയി ഒഴുക്കിയത്. നേതാക്കന്മാർ ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആരുടെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ 8 വീട്ടിൽ പിള്ളമാരുടെ എന്ന് തന്നെ ആവും തരിക. ഇനി 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവായിരുന്നു പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ മാത്രം അത് കുടമൻ പിള്ളയാണ്. ഓക്കെ, നേതൃത്വം നൽകിയത് 8 വീട്ടിൽ പിള്ളമാരാണ്. ഓക്കെ. തലശ്ശേരിയിൽ നിന്ന് വന്ന സൈന്യമാണ് കലാപം അടിച്ചമർത്തിയത്. നമ്മൾ പഠിച്ചു. തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമാണ് കലാപം അടിച്ചമർത്തിയത്. ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1723. ആ വർഷം എന്തായാലും പഠിക്കണം. ഏത് കലാപത്തോടനുബന്ധിച്ചാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. പിന്നെ നമ്മൾ എക്സ്ട്രാ പഠിച്ച ഒരു കാര്യമായിരുന്നു, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത്, വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ
അത് അലക്സാണ്ടർ ഓം ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനി ഏത് ക്ലാസ് ആണ് വേണ്ടതെന്നും നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്